ഈ ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കാം. മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ മാവിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അതും അതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കോഴിമുട്ട ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു കട്ടിക്കാണ് മാവ് ഇരിക്കേണ്ടത്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉടനെ തന്നെ നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിയുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മാവ് ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരുമ്പോൾ ഒന്ന് മൂടി വെച്ച ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ മൂടി തുറന്ന് അതിലേക്ക് എണ്ണയോ നെയ്യോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് പരട്ടി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. നന്നായിട്ട് മൊരിയിച്ചെടുക്കുമ്പോഴാണ് ഈ ദോശ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക.